എങ്കിൽ തീർച്ചയായിട്ടും അതിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞെങ്കിൽ, ഞാനൊരു ഹോം മീറ്റിംഗിന് പോകുന്ന സമയത്ത് ഒരു ലേഡി ഡിസ്ട്രിബ്യൂട്ടറാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഞാൻ ആ ലേഡി ഡിസ്ട്രിബ്യൂട്ടറുടെ കൂടെ പോകുന്ന സമയത്ത് 100%, സപ്പോസ് ഞാൻ തനിച്ചാണെങ്കിൽ, ശരണ്യ കൂടെ ഇല്ല എങ്കിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ശരണ്യ കൂടെ ഇല്ല എങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ശരണ്യക്ക് അറിഞ്ഞിട്ടുണ്ടാവണം ഞാൻ ആരുടെ കൂടെ പോകുന്നു, ഞാൻ എവിടെ പോകുന്നു. സപ്പോസ് നമ്മളിപ്പോ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ പോലും അവിടെയും നമ്മൾ എന്തായിട്ടുണ്ടാവണം, കറക്റ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ടായിരിക്കണം. എന്റെ പാർട്ട്ണറും അവരുടെ പാർട്ട്ണറും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മളുടെ ആക്ടിവിറ്റി എന്നുള്ളത്. അതൊരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പരമാവധി ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചെല്ലാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് അഭികാമ്യം. കാരണം നമ്മൾ അവിടെ പോയിട്ട് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു ലേഡിയെ സപ്പോസ് ബൈക്കിൽ കൂട്ടിയിട്ടാണ് വന്നതെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അവരെ എക്സ്പ്രസ് ചെയ്തോളണമെന്നില്ല, ചിന്തിച്ചേക്കാം നാളെ എന്റെ വൈഫ് ബിസിനസ്സിൽ ആക്റ്റീവ് ആയിക്കഴിഞ്ഞെങ്കിൽ ഇതുപോലെ മറ്റു പല ആൾക്കാരുടെയും ബൈക്കിൽ പോകേണ്ടി വരില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചില വികാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് കാണും. അപ്പോ നമ്മൾ ഒരിക്കലും പരമാവധി ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഒരു സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും ഇടപെടുക. രാത്രി പരമാവധി ഒരു 10 മണിക്ക് ശേഷം ഫോൺ ചെയ്യാതിരിക്കുക. ഇനി എമർജൻസി ആയിട്ട് ഫോൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരുടെ അടുത്ത് പറയാ, സമയം 10 മണി ആയി എന്ന് എനിക്കറിയാം, എന്നാൽ പോലും ഞാൻ ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അത്തരത്തിൽ ഡീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്പൗസ്, രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകളുള്ള വ്യക്തികളാണ്. ചില വ്യക്തികളുടെ കയ്യിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടായിരിക്കും, ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് ചില ടൈറ്റുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ, ഇപ്പൊ നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുന്നു, ആ ടീമിന്റെ ഉള്ളിൽ ഒരു കാരണവശാലും സാമ്പത്തികമായിട്ടുള്ള ഡീലിങ്സ് നടത്തരുത്. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി വ്യക്തികൾ അവരുടെ ബിസിനസിന്റെ ഏറ്റവും നല്ല ഹൈ സ്റ്റേജിലൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ബിസിനസ്സിൽ അവർ വളരെയധികം മോശം സ്റ്റേജിലേക്ക് പോവുകയും ഒരു സമയം കഴിഞ്ഞ സമയത്ത് വെസ്റ്റീജിൽ നിന്ന് തന്നെ പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ള ചില കേസുകളുണ്ട്. അത് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം വന്നത് അവർ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരുന്നത് അവരുടെ ടീമിൽ നിന്ന് തന്നെയാണ്. അത് വളരെയധികം ഡേഞ്ചറാണ്. ഒരു സമയം കഴിഞ്ഞ സമയത്ത് അവരുടെ ടീമിൽ നിന്ന് പുറത്തു പോയി മറ്റു ടീമിലുള്ള വ്യക്തികളുടെ അടുത്തുനിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് അത് വളരെയധികം പിന്നീട് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും സാമ്പത്തികമായിട്ടുള്ള നമ്മൾ പറയാറുണ്ട് റോളിംഗ് ഒരിക്കലും നമ്മുടെ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഓരോ രൂപയ്ക്കും അതിനായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ഒരു യാത്ര പോവുകയാണ്, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാറിൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകുന്ന ഒരു പ്ലാനിന് വേണ്ടിയിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാം, ഓക്കെ അപ്ലൈന്റെ കാറിലാണ് പോകുന്നതെങ്കിൽ നോർമലി ആ വണ്ടിയുടെ ഡീസൽ അടിക്കുന്നതും ഫുഡിന്റെ അത്തരത്തിലൊക്കെ ഒരുപക്ഷെ അപ്ലൈ കൊടുക്കുമായിരിക്കാം. ബട്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് സാമ്പത്തികമായിട്ട് നമ്മൾ എല്ലാവരും ട്രാൻസ്പെറന്റ് ആയിട്ട് മാറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണോ അതിന്റെ എമൗണ്ട് വരുന്നത് അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി മാറ്റുക. ആദ്യം സാധാരണ രീതിയിൽ മറ്റേത് ബിസിനസ്സിലും ആദ്യം ഡെലിവറി, അതിനുശേഷം പേയ്മെന്റ് എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റം, അല്ലെ? ഏത് ബിസിനസ്സും ഏത് സാധനം വാങ്ങുന്ന സമയത്തും അങ്ങനെയാണ്. ഇവിടുത്തെ സിസ്റ്റം വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് ആദ്യം പേയ്മെന്റ് കൊടുത്തിട്ട് വേണം ഏത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഉദാഹരണം ഒരു ടിക്കറ്റ് എടുക്കുകയാണ്, ഇപ്പൊ നമുക്കൊരു മീറ്റിംഗ് വരുന്നു, അതിനൊരു ടിക്കറ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, അതിന് പേയ്മെന്റ് അയച്ചു കൊടുക്കുക. ടിക്കറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്തല്ല ഇത് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ ₹1 അങ്ങോട്ടോ നിങ്ങൾക്ക് ₹1 ഇങ്ങോട്ടോ കിട്ടാനുള്ള സിറ്റുവേഷൻ ഒരു കാരണവശാലും ഉണ്ടാവാതെ നോക്കുക. ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ പലപ്പോഴും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഒക്കെ ചെയ്ത് കുറെ കാലം ചെയ്തിട്ട് നല്ല രീതിയിൽ വരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടും പച്ച പിടിക്കാതെ പോകുന്ന നിരവധി വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് അവർ പച്ച പിടിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് കണ്ടിട്ടുള്ളത് അവർക്ക് കിട്ടിയ എമൗണ്ടിനേക്കാൾ കൂടുതൽ അവര് പല ആളുകൾക്കുമായിട്ട്, പ്രത്യേകിച്ചും ടീമിലുള്ള വ്യക്തികൾക്ക് പല സാധനങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കലും ഒക്കെയാണ് നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്.
അതിന്റെ ഒരു പ്രശ്നം എന്താണ്? ഇവർക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഇവർക്ക് ഒരു സേവിങ്സോ ഒരു ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പലപ്പോഴും സാധിക്കില്ല. അപ്പോ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആത്യന്തികമായിട്ട് ഒരു റിച്ച് ആൻഡ് ഫേമസ് ആയിട്ട് മാറാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ റിച്ച് ആവാനുള്ള ആദ്യത്തെ പാഠമാണ് കടം കൊടുക്കാതിരിക്കുക, കടം വാങ്ങാതിരിക്കുക. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാതിരുന്നാൽ തന്നെ അത് തന്നെ വളരെ വലിയ രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കുന്നതായിട്ട്, അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് റൂൾ നമ്പർ 3. ഓക്കെ, അടുത്തൊരു പോയിന്റ് വളരെ വളരെ നിർണായകമായുള്ള ഒരു പോയിന്റ് ആണ്. പലപ്പോഴും നമ്മൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും, വളരെയധികം നമുക്ക് ചില ഡൗട്ടുകൾ ഉണ്ടാവും. ഇത് ശരിയാവുമോ? എന്തുകൊണ്ടാണ് ഇപ്പൊ വെസ്റ്റീജ് സൈഡ് വോളിയം 2100 PV വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഞാൻ ബ്രോൺസ് ആയി എനിക്ക് കിട്ടിയത് 6000 രൂപയാണ്, എന്തുകൊണ്ട് എനിക്ക് 6000 രൂപ കിട്ടി? പ്ലാൻ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഏകദേശം ഒരു 8000-നും 10,000-നും ഇടയിലൊക്കെ മിനിമം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ബ്രോൺസ് ആയപ്പോ എനിക്ക് ആകെ കിട്ടിയത് 5000 രൂപയാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അപ്പൊ ഓട്ടോമാറ്റിക്കലി മനസ്സിലൊരു കൺഫ്യൂഷൻ വന്നു. നമ്മള് ഈ കൺഫ്യൂഷനും വച്ച് ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാനിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ടീം ബിൽഡിംഗ് ബോണസ് അടക്കം കിട്ടുന്ന ഒരു ബ്രോൺസ് ഡയറക്ടർക്ക് എന്ത് വരുമാനം കിട്ടും, നമുക്ക് അവർക്കാണ് ഈ പറയുന്ന എമൗണ്ട് കിട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നോർമലി അറിയാം. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു പക്ഷെ ആ അറിവില്ലാത്ത സമയത്ത് നമ്മൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ടീമിലുള്ള ഡൗൺലൈനെ വിളിച്ചിട്ടാണ് പറയുന്നത്, അതെ ഇവര് വിചാരിക്കുന്ന പോലെയുള്ള എമൗണ്ട് ഒന്നും കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്യണില്ല. അപ്പോ എനിക്കറിയില്ല എന്താണ്, എനിക്ക് ആകെ കിട്ടിയത് ഇതാണ്. ഇത് എവിടെ പോയിട്ടാണ് പറയുന്നത്? ഡൗൺലൈൻ്റെ അടുത്താണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് ലൈനിന്റെ അടുത്താണ്. അപ്ലൈൻ, ഡൗൺലൈൻ, ക്രോസ് ലൈൻ, 3 ടെർമിനോളജികൾ നമുക്ക് ഈ ബിസിനസ്സിലുണ്ട്. അപ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്ത വ്യക്തിയാണ്. ഡൗൺലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ടീം, അതാണ് നമ്മുടെ ഡൗൺലൈൻസ്. മൂന്നാമത്തത് ക്രോസ് ലൈൻ. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്ലൈനിന്റെ ഡൗൺലൈൻ ആണ് ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ അപ്ലൈന്റെ മറ്റൊരു ഫാമിലിയിൽ പെട്ട ഏത് അപ്ലൈൻ ആവട്ടെ, നമ്മളുടെ വിന്നിംഗ് ടീമിൽ നോക്കുകയാണെങ്കിൽ SP ബാദൽ സാറ് തുടങ്ങിയിട്ടുള്ള ഇവരെല്ലാവരും നമ്മുടെ ക്രോസ് ലൈൻസ് ആണ്. ക്രോസ് ലൈൻ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പോയിട്ട് ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷൻ നമ്മൾ പോയി ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്തായിട്ട് പോകും, നമ്മള് വിചാരിക്കുന്ന പോലെ ഇതിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലേക്ക് അവർക്കും ഒരു ഫീലിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ നമ്മൾ ഒരിക്കലും നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ, ഏതെങ്കിലും അപ്ലൈൻ അല്ല, ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്ന, റെഗുലർ ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്ന, റെഗുലർ ആയിട്ട് ബുക്ക് റീഡ് ചെയ്യുന്ന, റെഗുലർ ആയിട്ട് CP കേൾക്കുന്ന, റെഗുലർ ആയിട്ട് പേഴ്സണൽ PV ചെയ്യുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കും വരുന്ന നമ്മുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ, അവരടുത്താണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ മിനിമം ബ്രോൺസിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ആയിട്ട് അദ്ദേഹത്തിനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സോ എന്ത് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അപ്ലൈനുമായിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷൻസും ഒരു നെഗറ്റീവും നമ്മൾ നമ്മുടെ ടീമിൽ ഷെയർ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന ആ വ്യക്തി നമ്മൾ കാണാറുണ്ട് അല്ലെ, അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരുപക്ഷെ നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും, ഇതുകൊണ്ടാണ് എനിക്ക് ഇൻകം കുറഞ്ഞത് എന്ന് നമ്മൾ പിന്നീട് റിയലൈസ് ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾ അതിനു മുൻപ് ആദ്യം തന്നെ എന്ത് വെട്ടിയിട്ടുണ്ട്? കൊമ്പ് വെട്ടിയതിനു ശേഷമാണ് നിങ്ങൾ മഴുവിന് മൂർച്ച കൂട്ടാൻ വേണ്ടി പോകുന്നത്. സോ അത് ഒരു കാരണവശാലും അത് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വേറൊരു രീതിയിൽ പറയാറുണ്ട്, കാര്യം വെടിവെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതേപോലെയാണ് നെഗറ്റീവ് ന്യൂസുകൾ നമ്മളുടെ ടീമിൽ ഷെയർ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ടീമിൽ മാത്രമല്ല, നിങ്ങളുടെ ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈനിന്റെ മറ്റ് ഡൗൺലൈൻ ടീമുകളിലും നിങ്ങൾ ഷെയർ ചെയ്ത്. കാരണം ഒരുപക്ഷെ അത് നമ്മുടെ അപ്ലൈനിന്റെ ബിസിനസിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള കാരണമായിട്ട് തീരുന്നുണ്ടാവും. കൂടാതെ ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മളിപ്പോ ഒരുപക്ഷെ DLCP-യിലും അതുപോലെ തന്നെ നമ്മൾ CEO മീറ്റിങ്ങുകളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പല വ്യക്തികളും
ഏത് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വ്യക്തികളാണ് എന്ന് പോലും നമുക്കറിയില്ല. നമ്മളുടെ ഏത് കാര്യങ്ങളാവട്ടെ, നമുക്ക് ഏത് വിഷയത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്ലൈൻ ഉണ്ട് എങ്കിൽ 100% അപ്ലൈൻ തരുന്ന ഇൻഫോർമേഷൻസ് മാത്രം ഫോളോ ചെയ്യുക. എന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ പല വ്യക്തികളും പല രീതിയിൽ ഈ ബിസിനസിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളുടെ അപ്ലൈൻ പറയാണ് ഇന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇന്ന കാര്യം സംസാരിച്ചോളൂ, സോ യു ക്യാൻ ഗോ എഹെഡ്. അതല്ല എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യരുത്. മിണ്ടരുത് എന്നല്ല പറഞ്ഞത്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചോ നിങ്ങളുടെ ഇൻകത്തിനെ കുറിച്ചോ നിങ്ങളുടെ സ്ട്രക്ചറിനെ കുറിച്ചോ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റൊരു വ്യക്തികളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യരുത്. ഓക്കെ, ഇതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഡു നോട്ട് ഡു എനിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിത്തൗട്ട് ചെക്കിംഗ് യുവർ അപ്ലൈൻ. നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറെ ഐഡിയാസ് വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയണമെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി, ഏതെങ്കിലും ഒരു കരയോഗമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സെന്റർ ആവാം. അവിടെ നമ്മൾ നോട്ടീസ് ഒക്കെ വെച്ച് ഹെൽത്തിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അവിടെ ഒരു വെൽനസ് ക്യാമ്പ് നമ്മൾ വെക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ അവിടെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ആലോചിക്കുന്ന സമയത്ത്